നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താന്ന് വെച്ചാ മറുപടി പറ. അല്ല, അമൃതയുടെ അടുത്ത് എന്താ ഓഫീസിൽ? അല്ല, എന്താ എടുത്തൊന്നും മിണ്ടാത്തെ? അരുൺ ഇവളെ അറിയോ? ഇത് ജാസ്മിൻ, നമ്മുടെ കമ്പനിയുടെ പുതിയ സ്റ്റാഫാന്ന് തോന്നുന്നു. തോന്നുന്നേ ഉള്ളൂ. അപ്പൊ സ്റ്റാഫ് അല്ല. അല്ല, സ്റ്റാഫാ. വീടെവിടെയാ? ജാസ്മിന്റെ വീട് എവിടെയാന്നാ ചോദിച്ചേ? അതെടുത്ത് ഇവിടെ ഒരു ബന്ധുവിന്റെ കൂടെ ആയിരുന്നു. ഇപ്പൊ നമ്മുടെ കമ്പനി ഗസ്റ്റ് ഹൗസ് ലാബി. അല്ല, ജാസ്മിൻ. അബി, ജാസ്മിൻ. അല്ല എടുത്തി, ഇത് പുതിയ സ്റ്റാഫല്ലേ? അതാ എനിക്ക് പെട്ടെന്ന് പേര് ഓർമ്മ വരാത്തെ. ഓ, അങ്ങനെ. ആ, ഓ, അങ്ങനെ. അല്ല, അമൃതയെടുത്തി ഓഫീസിലോ? എനിക്ക് വിശ്വസിക്കാനേ ആവുന്നില്ല. ആ, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് എനിക്കും അറിയണമല്ലോ. അങ്ങനെ വന്നതാ. ഓ, ഇപ്പൊ മനസ്സിലായി. ഞാൻ ഓഫീസ് കാര്യത്തില് അത്ര എഫിഷ്യന്റ് അല്ല എന്നുള്ള പരാതി ഉണ്ടല്ലോ. അപ്പൊ അമൃതയെടുത്തിയ കാര്യങ്ങൾ പഠിപ്പിക്കാൻ അച്ഛനും അമ്മയും കൂടി പറഞ്ഞു വിട്ടതാവും. ഐശ്വര്യ എന്താ ആലോചിക്കുന്നത്? ഈ ഓഫീസിലെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാലേ ശരിക്കും തലവേദന കേസാ. സമാധാനത്തില് വീട്ടിൽ കഴിയുന്ന അമൃതയെടുത്തി അതിനിടയിലേക്ക് എന്തിനാ വന്നത്? വന്ന് ഓരോന്ന് തലേ കയറ്റി വെച്ചാലേ പിന്നെ കിടന്ന ഉറക്കം വരില്ല. അത്ര റിസ്കാ ഇവിടുത്തെ കാര്യങ്ങള്. ആ, അത്ര റിസ്ക് ഉള്ളത് ഇവിടുത്തെ കാര്യങ്ങളെന്ന് എനിക്കിപ്പോ ബോധ്യായി. അതാ ഞാൻ പറഞ്ഞേ, ഏട്ടത്തി വേഗം വീട്ടിലേക്ക് പോയിക്കോ. വീട്ടിലെ കാര്യങ്ങളും ആദ്യത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കി മനസ്സമാധാനത്തോടെ അവിടെ കഴിയും. ഞാൻ എന്തായാലും ഇവിടുത്തെ ഈ കുരിശ് തലയിലേറ്റി. അത് ഞാൻ തന്നെ ചുമന്നോളാം. പാവം അമൃതയിടത്തേക്ക് ഇതൊന്നും പറ്റില്ല. ഐശ്വര്യ, ഞാൻ വന്നത് എന്താന്ന് വെച്ചാ, ഒന്നും പറയണ്ട, എടുത്തി പോയേ. ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കണ്ട. വെറുതെ ബീപ്പ് കേറും. പോയേ. ഐശ്വര്യ, അതല്ല ഞാൻ പറയുന്നൊന്ന്. ഞാൻ പറയുന്ന കേക്ക്. എടുത്തി വേഗം പോയേ. ഐശ്വര്യ, ഞാനൊരു കാര്യം എടുത്തി. ഒന്നുമില്ല, ഏട്ടത്തിയും കൂടി ഇവിടെ കഷ്ടപ്പെടാൻ ഞാൻ വിടില്ല. ഏട്ടത്തി വേഗം പോയേ. വാ ഏട്ടത്തി, വാ. ഐശ്വര്യ, ഞാൻ പറയട്ടെ. ഐശ്വര്യ, അമൃതയെടുത്തി, ഒരു സെക്കൻഡ്. ഡ്രൈവർ, കാറൊന്ന് പെട്ടെന്ന് കൊണ്ടുവരുമോ? അമൃതയെടുത്തിക്ക് അത്യാവശ്യമായിട്ടൊന്ന് വീട്ടിൽ പോവാനാ. വേഗം വേണം കേട്ടോ. ഐശ്വര്യ, ഞാൻ സംശയിച്ചത് വെറുതെ അല്ലെന്ന് ഇപ്പൊ ഉറപ്പായി. അത് ഐശ്വര്യ. എത്രയും വേഗം അത് തെളിയിക്കണം. അല്ലെങ്കിൽ അരുണിന്റെ ഐശ്വര്യയുടെയും ജീവിതം അത് പ്രശ്നം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.